കൂടെ കാസർഗോഡ് മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോട് കൂടെ ഉണ്ട്. ഉണ്ണിത്താൻ തന്നെ വിജയിക്കും. ഉണ്ണിത്താൻ തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹം. നിലവിൽ ഉണ്ണിത്താൻ MP ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസനം എത്രത്തോളം കാസർഗോഡ് മണ്ഡലത്തിലുണ്ട് എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതുപോലെ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി NP ബാലകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ BJPക്കും വ്യക്തമായ രീതിയിലുള്ളൊരു മുന്നേറ്റം അവരും നടത്താറുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് അത് എങ്ങോട്ട് പോകുന്നു എന്നതൊക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ വലിയൊരു പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണിത്താൻ്റെ വിജയം എത്രത്തോളം CPMനേറ്റ് മത്സരിച്ച് വിജയിക്കാൻ സാധിക്കും എന്നാണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? BJP ഏതായാലും 3-ാം സ്ഥാനത്തേ വരൂ. മത്സരയുടെ CPMും കോൺഗ്രസും തമ്മിലാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അട്ടിമറി പോലെ ഈ പ്രാവശ്യം ഈ ഉണ്ണിത്താനെ വിജയിക്കാൻ സാധ്യത. BJPക്ക് ബദലായി ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിനെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഉണ്ണിത്താനെ വിജയിപ്പിക്കും നാട്ടുകാർ. ഉണ്ണിത്താൻ്റെ വികസനം എത്രത്തോളം കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്? താങ്കളുടെ ഒരു ചെറിയൊരു എത്തിനോട്ടത്തിൽ താങ്കൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്നൊരു വികസനം എന്താണ് ഉണ്ണിത്താൻ്റെത് എന്ന് പറയാൻ? ഈ കേന്ദ്രത്തിൽ BJP വന്ന ശേഷം പൊതുവെ കേരളത്തിൽ മൊത്തത്തിൽ വികസനം കുറവാണ്. അതിന് ഈ MP മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ലല്ലോ. BJPയുടെ ഇതുകൊണ്ടാണ്. BJP ഫണ്ട് അനുവദിക്കുന്നില്ല. എന്നാലും പൊതുവെ എല്ലാ മണ്ഡലത്തിലുള്ള പോലെ തന്നെ കാസർഗോഡ് വികസനം കാണാനുണ്ട്. NP ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിടുക എന്ന് പറഞ്ഞാൽ CPMനും മുൻകാലങ്ങളിൽ കരുണാകരൻ അവിടുന്ന് വിജയിച്ച് കയറിയൊരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. അപ്പോൾ CPMനും വ്യക്തമായ രീതിയിൽ അവിടെ ഒരു വിജയസാധ്യത കാണുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? മത്സരം കടുപ്പമേറിയതാണ്. എന്നാലും നാട്ടുകാർ ഉണ്ണിത്താനെ വിജയിപ്പിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ണിത്താൻ വിജയിക്കും എന്ന് തന്നെയാണോ? അതെ, ഉണ്ണിത്താൻ വിജയിക്കുന്നതിനാണ് എൻ്റെ പ്രതീക്ഷ. CPMനും സാധ്യത ഇല്ലായികയില്ല. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ഉണ്ണിത്താൻ UDFൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ അതെ, ഉണ്ണിത്താൻ വിജയിക്കുന്നതന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് കലക്ട്രേറ്റിൽ ഉണ്ണിത്താൻ്റെ സത്യാഗ്രഹം ഇരുന്നതൊക്കെ നമ്മൾ വാർത്തയിലൂടെ കണ്ട്. അവിടെ ബാലകൃഷ്ണ മാസ്റ്ററാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. മത്സരം നമുക്കൊക്കെ അറിയാം, ദിവസം ചൊല്ലുന്തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ മത്സരം. കാസർഗോഡ് മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചറിയാം ആരാണ് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചത് ഉണ്ണിത്താനാണ്. പക്ഷേ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മൂപ്പരെ കൊണ്ട്. ജയിച്ചു എന്നേ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മൾ കാണാനോ ഒരു കാര്യപ്പെട്ട കാര്യങ്ങളിൽ മൂപ്പര് ഇടപെടാനോ ഒന്നും നിന്നിട്ടില്ല. അതാണ് യഥാർത്ഥം. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കും. അത് LDFനായിരിക്കും മുൻതൂക്കം. അതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിത്താൻ ജയിച്ചു എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം അത് ആവണമെന്നില്ല. കാരണം മൂപ്പര പ്രവർത്തനം വലിയ പോരാ, മോശമാണ് മൂപ്പര പ്രവർത്തനം. അത്ര ആരോഗ്യപരമായിട്ട് കാസർഗോഡ് ജില്ല മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉണ്ണിത്താൻ വിജയിച്ചതിന് ശേഷം കൊറോണ സമയത്ത് അവിടെ ടാറ്റ ഒരു ഹോസ്പിറ്റൽ സംരംഭം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോർട്ടബിൾ ക്യാബിനുകളും ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും പ്രായോഗികവൽക്കരിക്കപ്പെട്ടില്ല. ഇത് ഉണ്ണിത്താൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് ഇത് കാണുന്നുണ്ടോ? തീർച്ചയായും. കാരണം മൂപ്പരെ കൊണ്ടത് പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴത് പൊളിച്ചു കൊണ്ട് പോയി എന്നാണ് കേൾക്കുന്നത്. ഞാനൊരു ഡ്രൈവറാണ്, ഹെവി ഡ്രൈവർ കാസർഗോഡ്. അപ്പോൾ ഞാനത് കാണാറുണ്ട്. അതിൽ പോകുമ്പോൾ വരുമ്പോൾ ചെറുക്കളൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അതിനെക്കൊണ്ട് വലിയ പ്രയോജനമില്ല. അത് പൊളിഞ്ഞ് തുരുമ്പടിച്ച രീതിയിലാണ് ഇപ്പോൾ അത് അവിടെ കിടക്കുന്നുള്ളത്. ഞാൻ കാണാറുള്ളതാണത്. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് താങ്കൾ ഒരു കണക്കൂട്ടൽ? എനിക്ക് എൻ്റെ മനസ്സിൽ ഉറപ്പായിട്ട് പറയാനുള്ളത് ബാലകൃഷ്ണൻ മാസ്റ്റർ വിജയിക്കുന്നത് തന്നെയാണ്. കാരണം LDF വരും അവിടെ, അത് ഉറപ്പാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് LDFനുള്ളതാണ് ഭരണം, അത് ഉറപ്പാണ്.